നവംബർ 26 ചൊവ്വാഴ്ച. ലൂക്ക 21 5 മുതൽ 11 വരെ വാക്യങ്ങൾ. ഭർത്താവിനാൽ ഉപേക്ഷിക്കപ്പെട്ട ഒരു ഭാര്യയെയും അവളുടെ 2 കുട്ടികളെയും കുറിച്ചുള്ള ഒരു സിനിമയാണ് ദ ഫസ്റ്റ് ബോൺ അല്ലെങ്കിൽ ആദ്യജാതൻ എന്ന സിനിമ. ഭർത്താവ് ഉപേക്ഷിച്ചതിന് ശേഷം 2 വർഷമായപ്പോഴേക്കും അവൾ ഭയങ്കര ഏകാന്തതയിലായിരുന്നു. അവൾ ഒരു സ്നേഹിതനെ കണ്ടുമുട്ടുന്നു. കുട്ടികൾക്ക് അയാളോട് വലിയ അവിശ്വാസം തോന്നി. അവർ അവരുടെ അമ്മയെ താക്കീത് ചെയ്യാൻ ശ്രമിക്കുന്നു. പക്ഷേ അവൾ അതൊന്നും ശ്രദ്ധിക്കുന്നില്ല. അയാളുമായിട്ട് അത്രയധികം അടുത്തു കഴിഞ്ഞു. ഒടുവിൽ ആ കുട്ടികളുടെ ഭയം യാഥാർത്ഥ്യമാകുന്നു. അവരും അവരുടെ അമ്മയും കഷ്ടിച്ച് ജീവൻ രക്ഷപ്പെടുത്തുന്നു. ഇന്നത്തെ സുവിശേഷ വായനയിൽ യേശു പറയുന്നത് ആളുകളെയും സാഹചര്യങ്ങളെയും തെറ്റായി വായിക്കുന്നത് നമുക്ക് വളരെ എളുപ്പമാണ്. സഭാവർഷത്തിൻ്റെ അവസാനത്തോടടുക്കുമ്പോൾ ഇന്നത്തെ സുവിശേഷ വായന അവസാന സമയങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ നമ്മെ ക്ഷണിക്കുന്നു. ഇന്നത്തെ സുവിശേഷം ആരംഭിക്കുന്നത് ആളുകൾ ദേവാലയത്തിലെ അലങ്കാരങ്ങളെക്കുറിച്ചും നേർച്ച വഴിപാടുകളെക്കുറിച്ചും അഭിപ്രായം പറഞ്ഞുകൊണ്ടാണ്. അവരുടെ വാക്കുകൾ കേട്ട ശേഷം യേശു ഒരു പ്രസ്ഥാനം നടത്തുന്നു. അത് തൻ്റെ ശ്രോതാക്കൾക്ക് അസ്വസ്ഥതയുണ്ടാക്കിയിരിക്കണം. അവിടുന്ന് പറഞ്ഞു, നിങ്ങൾ ഇവിടെ കാണുന്നതെല്ലാം ഒരു കല്ലിന്മേൽ മറ്റൊരു കല്ല് ശേഷിക്കാത്ത നാളുകൾ വരും. എല്ലാ കല്ലുകളും താഴേക്കെറിയപ്പെടും. സ്വാഭാവികമായും അവൻ്റെ ശിഷ്യന്മാർ ചോദിച്ചു, ഇതെപ്പോൾ സംഭവിക്കും? എന്തെല്ലാം അടയാളങ്ങളാണ് ഇതിന് മുമ്പായി ഉണ്ടാവുക? അപ്പോൾ യേശു തൻ്റെ ശിഷ്യന്മാരോട് ജാഗ്രത പുലർത്താൻ പറയുന്നു. അനേകം ആളുകൾ വന്ന് ഞാൻ അവനാണ്, അല്ലെങ്കിൽ ഇതാ സമയം വന്നിരിക്കുന്നെന്ന് പറഞ്ഞ് നിങ്ങളെ വഞ്ചിക്കാൻ ശ്രമിക്കും. എന്നിരുന്നാലും അവരെ അനുഗമിക്കരുത്. വീണ്ടും യേശു പറഞ്ഞു, ഒരു ജനത മറ്റൊരു ജനതയ്ക്കെതിരെ ഉയരും. ഭൂകമ്പങ്ങളും ക്ഷാമങ്ങളും മഹാമാരികളും ഉണ്ടാകും. ലോക ചരിത്രത്തിൽ ഭൂകമ്പം, വെള്ളപ്പൊക്കം, കൊടുങ്കാറ്റ്, സുനാമി, യുദ്ധങ്ങൾ എന്നിങ്ങനെ പ്രകൃതിദത്തവും മനുഷ്യനിർമ്മിതവുമായ നിരവധി ദുരന്തങ്ങൾ ഇതിനകം സംഭവിച്ചിട്ടുണ്ട്. ഇനിയും പലതും സംഭവിക്കുകയും ചെയ്യും. ഒത്തിരി നാശങ്ങളും വിഭജനങ്ങളും കടന്നുപോയി. വ്യാജ പ്രവാചകന്മാർ മുമ്പും പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. ഭാവിയിലും ഇനി ഇതുപോലെ സംഭവിക്കും. ദശലക്ഷക്കണക്കിന് ആളുകളെ ബാധിക്കുകയും കൊല്ലുകയും ചെയ്ത നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ തകർക്കുകയും പലരും ഭയം ജനിപ്പിക്കുകയും ചെയ്ത മാരകമായ COVID-19 വൈറസ് നമുക്ക് സുപരിചിതമാണ്. ഈ സമയവും ചോദ്യം സമാനമാണ്: ലോകാവസാനം അടുത്തോ? അത്തരം വിപത്തുകൾ സംഭവിക്കേണ്ടതാണെന്നും എന്നാൽ ലോകം ഉടനടി അവസാനിക്കില്ലെന്നും യേശു പറയുന്നു. മാത്രമല്ല, ആ ദിവസമോ നാഴികയോ ആർക്കും അറിയില്ല. സ്വർഗത്തിലെ ദൂതന്മാർക്കോ പുത്രനോ പോലും, പിതാവിന് മാത്രമേ അറിയൂ എന്ന് അവൻ തൻ്റെ ശ്രോതാക്കളോട് പ്രത്യേകം പറഞ്ഞു. അതിനാൽ കള്ളപ്രവാചകന്മാരിൽ വഞ്ചിതരാകരുത്. ഊഹാപോഹങ്ങൾ ഒഴിവാക്കുക എന്നതാണ് നമുക്കുള്ള സന്ദേശം. എന്ത് സംഭവിച്ചാലും നമുക്ക് വിശ്വാസം കാത്തു സൂക്ഷിക്കാം. അതെ, സ്നേഹവാനായ ഒരു ദൈവത്തിലുള്ള നമ്മുടെ വിശ്വാസം നമ്മെ പരിഭ്രാന്തരാക്കേണ്ടതില്ല. പകരം
ക്രിസ്തുവിൻ്റെ രണ്ടാം വരവിനെക്കുറിച്ചുള്ള സന്തോഷകരമായ പ്രത്യാശയോടെ ഈ വർത്തമാന നിമിഷങ്ങളിൽ നമുക്ക് ജീവിക്കാം. അവസാന നാളിൽ അവനോടൊപ്പം ഉയർത്തെഴുന്നേൽക്കാൻ നമ്മെ പ്രാപ്തരാക്കുന്ന നമ്മുടെ സമ്പൂർണമായ വീണ്ടെടുപ്പിനായി നമ്മുടെ വിശ്വാസം നമ്മെ കാക്ഷിക്കട്ടെ. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR ഫ്രം കേരള.